നന്നായി കനത്ത മഴ പെയ്തു കഴിഞ്ഞു. ഇപ്പം അത്ര വലിയ പ്രയാസമല്ല, ചെറിയ ചാറ്റൽ മഴയുള്ളൂ, മൂടിക്കെട്ടിയ അന്തരീക്ഷമുള്ളൂ. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പോളിംഗ് ബൂത്ത് തന്നെ മുങ്ങിപ്പോകുന്ന അത്ര ഭയാനകമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അവിടെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ മഴക്കാലത്ത് മൺസൂൺ കാലത്തിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയത് വലിയ ഒരു വീഴ്ച തന്നെ. വഴിക്കടവ് രണ്ടാം നമ്പർ ബൂത്തിൽ ഒരു VVPAT ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അവിടെ 50 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ തടസ്സം എന്തോ ഉണ്ടായി, VVPAT പേര് തെളിഞ്ഞില്ല എന്ന് പറയുന്നു. അത് സ്വാഭാവികമായ ഒരു സാങ്കേതിക വീഴ്ചയായി ഞങ്ങൾ കാണുന്നില്ല. കാരണം അതിനകത്ത് ഞങ്ങൾ സംശയമുണ്ട്. ഞങ്ങൾക്ക് എന്തോ തണ്ണിക്കടവ് ബൂത്ത് എന്ന് പറയുന്നത് ആ ബൂത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നിയോജകമണ്ഡലത്തിലെ UDFന്റെ ഏറ്റവും കുത്തക ബൂത്താണ്. അവിടെ തന്നെ 50 വോട്ടുകളോളം പോൾ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് അതിൽ വലിയ ആശങ്കയുണ്ട്, പരാതിയുണ്ട്. ഇപ്പോൾ അവിടെ പോളിംഗ് തുടരുന്നുണ്ട്. ഞങ്ങളത് റീപോളിംഗ് ആവശ്യപ്പെടും. ആദ്യം വോട്ട് ചെയ്ത 50 പേർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ റീപോളിംഗോ വേണ്ടി വരും. അത് ഞങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുണ്ട്. അതെ, നിലവിൽ 50ഓളം ആളുകൾ വോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ തകരാറ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതായാലും ആ 50 പേരുടെ കാര്യം പിന്നീട് തീരുമാനിക്കാം. ഇപ്പൊ തൽക്കാലം സാങ്കേതിക തകരാറ് പരിഹരിച്ച് വോട്ടെടുപ്പ് തുടരുകയാണ്. എന്തായാലും ഞങ്ങൾ അതിൽ റീപോളിംഗ് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല പ്രതീക്ഷയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് പിണറായി വിരുദ്ധ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പിണറായി വിരുദ്ധ തരംഗം ഒരു ഓളമായി തുടങ്ങി, അതൊരു തിരമാലയായി മാറി, അതൊരു സുനാമിയായി മാറുമെന്ന പ്രതീക്ഷയാണ്. UDFന്റെ ഭൂരിപക്ഷം കുതിച്ചു വരും. പ്രവചനാതീതമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് വിജയിച്ചു വരാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ഐക്യജനാധിപത്യ മുന്നണി കൃത്യമായ ആധിപത്യം പുലർത്തിയിരുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം, വോട്ട് ചേർക്കൽ പ്രക്രിയ ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പര്യടനമായാലും കുടുംബയോഗങ്ങളായാലും കൊട്ടിക്കലാശം വരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ നിഖില മേഖലകളിലും ഐക്യജനാധിപത്യ മുന്നണി സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലെത്തും. PV അൻവർ പിടിക്കുന്ന വോട്ട് ഇടതുപക്ഷ വോട്ടാണ്. അദ്ദേഹം 9 വർഷം അദ്ദേഹം MLA ആയിരുന്നത് CPMന്റെ MLA ആണ്. ഇടതുപക്ഷത്തിന്റെ MLA ആണ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രാഥമികമായ ഒരു രാഷ്ട്രീയ സമവാക്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വോട്ടുകളെ അദ്ദേഹം ഭിന്നിപ്പിക്കും. തീർച്ചയായും ആ ഒരു ഇടതുപക്ഷ വോട്ടുകൾ ഞങ്ങളുടെ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഭൂരിപക്ഷം കുതിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. സെഫി, വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിലടക്കം ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആദ്യം തന്നെ അങ്ങനെയാണെങ്കിൽ റീപോളിംഗ് അടക്കം ആവശ്യപ്പെടുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായി. സെഫി, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ VS ജോയെ കണ്ടപ്പോൾ ചോദിക്കേണ്ടതാണ്. VS ജോയ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു അപ്രവചനാതീത സ്വഭാവം ഉണ്ടാവില്ലായിരുന്നു അല്ലേ? അത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ജോയിയെ നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിനത് വലിയ മുറിവുകൾ ഉണ്ടാക്കുകയും ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും ഷൗക്കത്ത് എങ്ങാനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ CPM പിന്തുണ നൽകുകയും അതുണ്ടാക്കാൻ പോകുന്ന മറ്റൊരു കൺഫ്യൂഷൻ. എങ്ങനെ വന്നാലും ഒരു ഫൈറ്റ് നിർബന്ധമായിരുന്നു നിലമ്പൂരിൽ. ഇപ്പോൾ ജോയിയെ ശ്രദ്ധിച്ചാൽ ജോയി തുടക്കം മുതൽ ഈ നിലമ്പൂരിന്റെ മത്സര ചിത്രങ്ങളിൽ ഉള്ള ഒരാളായിരുന്നു. ഷൗക്കത്താണോ ജോയി ആണോ എന്നുള്ളത് ആദ്യഘട്ടത്തിലൊക്കെ നമ്മുടെ ചർച്ച. അവസാനം ഷൗക്കത്തിലേക്ക് എത്തേണ്ടി വരുന്നു കോൺഗ്രസിന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു നിവൃത്തികേടും കൂടിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം.